ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചൂടുകാലമായി കഴിഞ്ഞാൽ തണുത്ത വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് അല്ലേ. പക്ഷേ ചിലവരെ സംബന്ധിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ച് കുടിക്കുമ്പോൾ അവർക്ക് തൊണ്ടവേദനയാണ് അല്ലെങ്കിൽ ടോൺസിൽ പെയിൻ ആണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. പൊതുവേ പറയുന്നതാണ്, നമ്മൾ മുതിർന്നവരൊക്കെ പറയും ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കരുത് കേട്ടോ, തണുപ്പിച്ച വെള്ളം കുടിക്കേണ്ട, തൊണ്ടവേദന വരുമെന്ന്. സത്യത്തിൽ അത് ഒരു സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ട് ടോൺസിൽ പെയിനോ അല്ലെങ്കിൽ തൊണ്ടവേദനയോ ഉണ്ടാവും എന്നുള്ളത് ഒരു സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ്. പിന്നെയുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് തണുക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ അടക്കാണ്ട് നമ്മളിപ്പോൾ കുപ്പിയിൽ വെള്ളം വെക്കുകയാണെങ്കിലും ചിലപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെക്കുകയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അടക്കാണ്ട് വെക്കുമ്പോൾ അതിലേക്ക് ദോഷകരമായ ബാക്ടീരിയകൾ നല്ലോണം നിറഞ്ഞ് ഇരിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ലോണം തൊണ്ടൊക്കെ വരേണ്ട സമയത്താവും വെള്ളം കുടിക്കുന്നത്, തണുത്ത വെള്ളം കുടിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് നമ്മളെ തൊണ്ടേനെയും അല്ലെങ്കിൽ ടോൺസിൽസ് പെയിനൊക്കെ വരാൻ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫ്രിഡ്ജിൽ എന്ത് വെക്കുമ്പോഴും നമ്മൾ അടച്ച് വെക്കണം. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ഫ്രിഡ്ജിൽ ജ്യൂസാണെങ്കിലും വെള്ളമാണെങ്കിലും അടച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവം കുടിക്കുമ്പോൾ ഈ തൊണ്ടവേദനയോ അല്ലെങ്കിൽ ടോൺസിൽ പെയിനോ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കൂ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത്, ഇങ്ങനെ അലർജി ഉള്ളവരാണെങ്കിൽ തൊണ്ട ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ പോയിട്ട് നല്ല ഹാർഡായിട്ടുള്ള നല്ല ഹാർഡായിട്ട് തണുത്ത വെള്ളം കുടിക്കരുത്. ജസ്റ്റ് കുറച്ച് ഒരു റൂം ടെമ്പറേച്ചറുള്ള വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ തണുത്ത വെള്ളം കുടിക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ജ്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പ്രിസർവേറ്റീവ്സ് അല്ലെങ്കിൽ കേട് വരാണ്ടിരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ വീട്ടിലൊക്കെ അടിക്കുന്ന ജ്യൂസ് എന്ന് വെച്ചാൽ പഞ്ചസാര അത്യാവശ്യത്തിൽ അധികം ഇട്ടിട്ടുണ്ടാവും ചെയ്യും. അത് അടക്കാതെ വെക്കും ചെയ്യുമ്പോൾ നമ്മളെ ബാക്ടീരിയകൾ നല്ലോണം അതിലുണ്ടാവും. അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നത് തൊണ്ടനെയും ടോൺസിലിനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് നമ്മൾ അടച്ച് വെക്കാത്തത് കൊണ്ടാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇനിയുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇങ്ങനെ സംഭവിച്ചു, തൊണ്ടവേദന വന്നു, ടോൺസിൽ പെയിൻ വന്നു, ഇൻഫെക്ഷനായി, ടോൺസിൽ ഇങ്ങനെ വീർത്ത് വന്ന് അങ്ങനെയൊക്കെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് ഉപ്പുവെള്ളം പിടിക്കുക എന്നുള്ളതാണ്. നല്ലോണം ഉപ്പുവെള്ളം പിടിക്കുക. അതുപോലെ ഉപ്പുവെള്ളം പിടിക്കാന്ന് വെച്ചാൽ ഗാർഗിൾ ചെയ്യുക. രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇഞ്ചിച്ചായയാണ്. 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് ചെറിയ പീസ് ഇഞ്ചി ചതച്ചിട്ടിട്ട് നന്നായി തിളപ്പിക്കുക. ചെറിയ ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ തേന് മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അത് നിങ്ങൾ 2-3 തവണ, ദിവസത്തിൽ 2-3 തവണ ചെയ്യുക എന്നുള്ളത്. ഇതേപോലെ തന്നെ നമ്മൾ ഗാർഗിൾ ചെയ്യും ഇഞ്ചി വെള്ളം കൊണ്ട്. അതിൽ നമ്മൾ തേന് യൂസാക്കണം എന്നില്ല എങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ അതിലേക്ക് കുടിക്കുന്നതിന് പകരം ഗാർഗിൾ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ കവിള് പിടിക്കുക. അപ്പോൾ ഈ ടോൺസിലിൻ്റെ അവിടുത്തുള്ള ആ നീരും ബുദ്ധിമുട്ടും വേദനയൊക്കെ പോവാൻ നല്ലതാണ്. പിന്നത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, ഇഞ്ചി നീരും അതേപോലെ അതേ അളവിൽ തേനും പാടം മിക്സ് ചെയ്തിട്ട് നമ്മൾ ടോണിക്കൊക്കെ കുടിക്കുന്ന പോലെ 1 ടീസ്പൂൺ അളവിൽ പല തവണയായിട്ട് മെല്ലനെ ഇറക്കി വിടുക എന്നുള്ളതാണ്. ഇങ്ങനെ ഉമ്മനീര് ഇറക്കുന്ന പോലെ കുടിക്കുക എന്നുള്ളതാണ്. അത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ആ വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ മാറും കേട്ടോ. അപ്പോൾ കൂടുതൽ ഹെൽത്തി വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.